ഹായ് ഓൾ, വെൽക്കം ബാക്ക്. കുറേ നാളുകൾക്ക് ശേഷം ഇന്നൊരു വോയിസ് ഓവർ ചെയ്യാണ്. ഞാനിപ്പോൾ അധികവും ഷോർട്ട് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് സോങ്സ് വെച്ചിട്ടാണ് അപ്ലോഡ് ചെയ്യാറ്. എനിക്ക് വോയിസ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞങ്ങളിത് രാവിലെ തന്നെ അമ്പലത്തിൽ വന്നതാണ്. ഞങ്ങളിപ്പം തളി മഹാ ശിവക്ഷേത്രത്തിലാണ് വന്നത്. കോഴിക്കോട് ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തളി ശിവക്ഷേത്രം. ഏട്ടൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ട്. ഞങ്ങൾക്ക് വിഷുവിൻ്റെ അന്ന് അമ്പലത്തിൽ വരാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ ഇന്നാണെങ്കിൽ മെയ് 16 മൊടവിഷു ആണ്. കൂടാതെ ഏട്ടൻ്റെ അമ്മയുടെ 61st ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോയാലോന്ന് ചോദിച്ചപ്പം എല്ലാവരും ഓക്കെയാണ്. പെട്ടെന്ന് തന്നെ റെഡിയായി വന്നു. അപ്പോൾ നമ്മളിത് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ഇപ്പം ഉത്സവം നടക്കുന്ന ടൈമാണ്. ഒരു 7-8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. അപ്പം നമ്മൾ വന്ന സമയത്ത് ചെണ്ടക്കൊട്ടും ആനയും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു. അതിന് ശേഷമാണ് ഞങ്ങൾ തൊഴാൻ വേണ്ടി കയറിയത്. മോൻ ഫസ്റ്റ് ടൈമാണ് ആനേനെ നേരിട്ട് കാണുന്നത്. അവൻ ഈ ടി വിയിൽ മാത്രമേ കാട്ടിലെ കണ്ണനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നേരിട്ട് കണ്ട സമയത്ത് ഭയങ്കര അത്ഭുതമായിരുന്നു. കുറേ നേരം ആനനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ തൊഴുത് ഇറങ്ങി. ഇനി ഇവിടെ വേറെ പരിപാടികളൊന്നുമില്ല. നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. വീട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ചെറിയൊരു കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. വേറെ പുറത്തുനിന്ന് ആരുമില്ല, നമ്മളിതേ ഇത്രയും പേര് മാത്രം. കൂടാതെ ഞങ്ങൾ വേറെ ഒരു സർപ്രൈസും കൂടെ ഒരുക്കിയിട്ടുണ്ട്. അതെന്താണ് ആ സർപ്രൈസ് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത വ്ളോഗ് കൂടെ കാണണം. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പം സ്റ്റേ ട്യൂൺഡ്. അടുത്ത വ്ളോഗിൽ കാണാം.